ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഗോസസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷെല്ലും പിന്നെ ഒന്ന് വയറും. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് എന്ത്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇവിടെ പ്ലെയിൻ ഷീറ്റ് നമ്മൾ എടുക്കുക എങ്ങനെയാണ്? പ്ലെയിൻ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണെന്ന് വിചാരിച്ചു. പ്ലെയിൻ ഷീറ്റ്, ഇതാണ് പ്ലെയിൻ ഷീറ്റ്. ഒരു പേപ്പർ ഇങ്ങനെ വെച്ച്, പേപ്പർ ഇങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ വെച്ചേക്കുക. പേപ്പർ എടുത്തത് ഇങ്ങനെ വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചാർജ്ഡ് ആണ്, മോസ്റ്റ്ലി യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ചാർജ്ഡ് ഷീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള സാധനം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു, കണ്ടുപിടിക്കാന്ന് വിചാരിച്ചോ, അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ എന്ത് പണിയെടുക്കുന്നോ അതൊക്കെ ഇവിടെയും ബാധകമാണ്, കാരണം ഇത് സിമെട്രിക് ആണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താണോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുക്കേണ്ടി വരും. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഗോസിൻ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൽ ബോക്സ് ആണ്. അത് ഇങ്ങനെ ഉണ്ടാവുക, ഒരു സിലിണ്ടർ ആയിട്ടുള്ള ഒരു സാധനം, ഇങ്ങനെ ഈ രീതിയിൽ. അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ പിൽ ബോക്സ് എടുക്കണം. ഓക്കെ, അപ്പൊ ഇതേപോലെയുള്ള പിൽ ബോക്സുകൾ ഇങ്ങനെ കുറെ ഇങ്ങനെ ഇതേപോലെ ഒന്നും ഇങ്ങനെ കുറെ ഇങ്ങനെ വെച്ച് 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 നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഐഡിയ. ഇത് പിൽ ബോക്സ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ഇങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് ഷീറ്റ്, ഇങ്ങനെയാണ് ഷീറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഉണ്ടാവും, രണ്ട് ഭാഗത്തേക്കും ഉണ്ടാവും ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മുടെ ഷീറ്റ് ആണെങ്കിൽ ഒന്ന് അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഒന്ന് ഇങ്ങോട്ടും എന്തുണ്ടാവും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സപ്പോസ് ഞാൻ എടുക്കുമ്പോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോവാം, ഈ രീതിയിൽ പോവാം ഇലക്ട്രിക് ഫീൽഡ് അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോവാം ഇലക്ട്രിക് ഫീൽഡ് ഈ രീതിയിൽ പോവാം. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 സർഫേസുകളാണ്. ഒന്ന് ഇതാന്ന് വിചാരിച്ചോ, ഒന്നാം സർഫേസ് ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണ്, ഒരു സിലിണ്ടർ പോലത്തെ സാധനം, പിൽ ബോക്സ്. അപ്പോ ഇവിടെ ഇതൊരു സർഫേസാ, ഈ ഭാഗം ഒരു സർഫേസ് ആണ്, പിന്നെ ഈ ഭാഗം ഒരു സർഫേസ് ആണ്. അപ്പോ ഒരു സിലിണ്ടറിന് 2 സർഫേസ് ഉണ്ടാവും, ഒന്ന് ഈ ഭാഗവും ഉണ്ടാവും, ഒന്ന് ഈ ഭാഗവും ഉണ്ടാവും. ഇനി ഞാൻ എടുക്കുന്ന ഇത് എടുക്കുകയാണ്, ഈ പിൽ ബോക്സിന് ഇവിടെ ഒരു ഭാഗം ഉണ്ടാവും, സർഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഭാഗം. അപ്പൊ ടോട്ടൽ എത്ര സർഫേസ് ഉണ്ട്? 4 ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിലൊക്കെ എന്തുണ്ടാവും, ഏരിയ വെക്ടർ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഏരിയ വെക്ടർ ഇങ്ങനെ വരിക, ഡി എ. ചെറിയൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതിന്റെ ഏരിയ വെക്ടർ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, ഡി എ. ഇതിന്റെ ഏരിയ വെക്ടർ ഞാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവുക, ഡി എ. ഇതിന്റെ ഏരിയ വെക്ടർ ഞാൻ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഡി എ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ഈ ഒരു ഇന്റഗ്രേഷൻ നമ്മുടെ ടോട്ടൽ ഇന്റഗ്രേഷൻ ആണ്. പക്ഷെ ഈ ഇന്റഗ്രേഷൻ, ടോട്ടൽ ഇന്റഗ്രേഷൻ പറയുമ്പോഴും ഇത് ഓരോന്നിനും ബാധകമാണ് ഇന്റഗ്രേഷൻ. അപ്പോ ഞാൻ ആക്ച്വലി ഈ ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നാം സർഫേസ് എഴുതേണ്ടി വരും, രണ്ടാം സർഫേസ് എഴുതേണ്ടി വരും, മൂന്നാമത്തെ സർഫേസ് എഴുതേണ്ടി വരും, നാലാമത്തെ സർഫേസ് എല്ലാത്തിനും കൂടെ എന്ത് ചെയ്യേണ്ടി വരും, എഴുതേണ്ടി വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുന്നത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഒന്നാം സർഫേസ് പ്ലസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ രണ്ടാം സർഫേസ് പ്ലസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ മൂന്നാം സർഫേസ് പ്ലസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ നാലാം സർഫേസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇത്ര എഴുതേണ്ടി വരും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്കറിയാം ഈ ഡി എയും ഇയും ഡി എയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ പറയുന്നതാണ് എന്ത്, ഇ ഡോട്ട് ഡി എ. ഈ ഡി എ കോസ് തീറ്റ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാം സർഫേസ് ഇതല്ലേ? അപ്പോ ഇവിടെ ഡി എയും ഇയും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താ, തീറ്റ ഈക്വൽ ടു എന്താണ്, 0 ഡിഗ്രിയാണ്. മൂന്നാമത്തെ സർഫേസും സെയിം ആണ്, തീറ്റ ഈക്വൽ ടു എന്താണ്, 0 ഡിഗ്രിയാണ്. കാരണം രണ്ടും അതേ അങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രിയാണ്. അപ്പോ 1നും 3നും തീറ്റ ഈക്വൽ ടു എന്താണ്, 0 ഡിഗ്രി. 1, 3 തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി. ഓക്കെ അല്ലെ? ഇനി 2ഉം 4ഉം നോക്കിയേ. 2ല് ഡി എ ഇങ്ങോട്ടാണ്, ഇ ഇങ്ങോട്ടാണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി അല്ലേ വരിക? എന്ന് വെച്ചാൽ ഈ ഇങ്ങോട്ടും ഡി എ മുകളിലേക്ക്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ, 90 ഡിഗ്രിയാണ്. അപ്പൊ രണ്ടാമത്തിന് തീറ്റ എത്രയാണ്, 90 ഡിഗ്രിയാണ്. നാലാമത്തെ എന്താ വരിക, നാലാമത്തിന് സെയിം ആണ്, 90 ഡിഗ്രിയാണ്. കാരണം ഈ ഇങ്ങോട്ടും ഡി എ മുകളിലേക്ക്. അപ്പോൾ എത്ര വരിക, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക, ഈ ഡി എ കോസ് 90യും ഈ ഡി എ കോസ് 90യും വരും. ഈ 2ഉം 4ഉം
ഈ ഡി എ കോസ് 90 എന്താ 0 ആണ്. അപ്പോൾ ഈ രണ്ട് ടേമും എന്താവും 0 ആയി പോകും. കാരണം ഈ ഡി എ കോസ് 90 ആണ് വരിക, ഇതും എന്താണ് ഈ ഡി എ കോസ് 90 ആണ് വരിക. അപ്പോൾ ഇത് രണ്ട് കേസിലും ഇതും എന്തായി പോകും 0 ആയി പോകും. ഇത് രണ്ടുമാണ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ തീറ്റ എത്ര വരിക ഈ ഡി എ കോസ് 0 ആണ് 1 ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ കഴിഞ്ഞ സിറ്റുവേഷനിൽ ഈ ഡി എ കോസ് 0. ഓക്കെ അല്ലെ? അപ്പൊ ഇത് 1 ആവും. ബാക്കി എന്താ ഉണ്ടാവുക ഇന്റഗ്രൽ ഇ ഡി എ ഉണ്ടാവും പ്ലസ് ഇന്റഗ്രൽ ഇ ഡി എ ഉണ്ടാവും ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. റെഡി അല്ലേ? ഇത് നിങ്ങൾക്കറിയാം ചാർജുമായി ബന്ധപ്പെട്ട് ചാർജിന്റെ ഇത് ഒരു സർഫേസ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് എന്താണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ്. അപ്പൊ സർഫേസ് ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു എന്താണ് ക്യൂ ബൈ എ അല്ല ക്യൂ ബൈ എൽ ആണ് അല്ല ക്യൂ ബൈ അല്ല സർഫേസ് ചാർജ് ഡെൻസിറ്റി അല്ല എ ആണ്, എൽ അല്ല, അത് ലീനിയർ ആണ്. അപ്പോൾ ലാംഡ അല്ല സിഗ്മയാണ്. സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എ, അതാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക സിഗ്മ എ ആണ് വരിക. എന്താണ് സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ്, സർഫേസ് ആണ്, പ്ലെയിൻ ഷീറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടെണ്ണം ഉണ്ടാവും അല്ലേ? രണ്ടെണ്ണം ഉണ്ടാവുമ്പോൾ എന്താ 2 ഇന്റഗ്രൽ ഇ ഡി എ ഈക്വൽ ടു എത്ര വരിക സിഗ്മ എ. ഓക്കെ അല്ലേ? നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ് പുറത്തെടുക്കുക. അപ്പോൾ 2 ഇ ഇൻറ്റു ഇന്റഗ്രൽ ഇ ഡി എ അല്ല ഇന്റഗ്രൽ ഡി എ ഈസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് വരും. ഇന്റഗ്രൽ ഡി എന്ന് പറയുന്നത് എന്താണ് ഇതിന്റെ ടോട്ടൽ ഏരിയ ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഡി എ ഈസ് ഈക്വൽ ടു എ ഏരിയ ഓഫ് ഷീറ്റ്. അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ 2e ഇൻറ്റു എ ഈസ് ഈക്വൽ ടു സിഗ്മ എ എന്ന് വരും. ഈ എയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇ ഈസ് ഈക്വൽ ടു ഇവിടെ എപ്സിലോൺ 0 ഉണ്ട് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ഉണ്ട് താഴത്തെ ഏതാണ്ട് ഇവിടെ എപ്സിലോൺ 0 ഉണ്ട് താഴത്ത്, അവിടെ വിട്ടുപോയി. അപ്പോൾ എന്താ വരിക ഇവിടെ ഇത് അക്സെപ്റ്റ് 2EA ഇസ് ഈക്വൽ ടു സിഗ്മ എ ബൈ എപ്സിലോൺ 0. ഈ എയും കട്ട് ചെയ്ത് കളയാം, 2 അങ്ങ് താഴ്ത്തോണ്ടിരിക. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു എന്താ വരിക സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതാണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ്. മനസ്സിലായി? അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് 4 സർഫേസ് ഉണ്ടാവും. ആ 4 സർഫേസിലും ഈ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ആയി പോകും. ആ 4 2 0 ആവും, 2 എക്സിസ്റ്റ് ചെയ്യും. കോസ് 0കൾ ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് 2 ഉണ്ടായതുകൊണ്ട് അവിടെ 2 വന്നത്. ഓക്കെ അല്ലേ? പിന്നെ അവിടെ എന്താ ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ഇന്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ഓഫ് ദ ഷീറ്റ് ആണ്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ക്യൂന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്താണ് സിഗ്മ എ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക ഈ ഇന്റഗ്രൽ എ ആവുന്ന സമയത്ത് ഈ എയും കട്ടായി പോകും. പിന്നെ എന്ത് ചെയ്യും ഈ 2 അങ്ങ് താഴ്ത്തുകൊണ്ട് പോകും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ എത്രയാണ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പ്ലെയിൻ ഷീറ്റ്. അപ്പോൾ ഇതും എക്സാമിന് എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കാറില്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു 3-4 മാർക്ക് അല്ലെങ്കിൽ 4-5 മാർക്കിന്റെ എസ്സേയിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഗോസസ് ലോ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഉറപ്പായിട്ടും എന്തുണ്ടാവും പരീക്ഷയ്ക്ക് ചോദിക്കും. നമുക്ക് 100% ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ സ്കോർ നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്ത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് പ്ലെയിൻ ഷീറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു 2 തിൻ പാരലൽ ഓപ്പോസിറ്റ് ചാർജഡ് പ്ലേറ്റ്സ് ആണ്. 2 തിന്നായിട്ടുള്ള ഓപ്പോസിറ്റ്ലി ചാർജഡ് പ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇതും കൂടെ നമുക്ക് പറയാനുണ്ട്, കാരണം ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇവിടെ പറഞ്ഞ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ടോപ്പിക്കും കൂടെ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ പറയാണ്. അപ്പോൾ ഇതിന്റെ ഐഡിയ എത്രയേ ഉള്ളൂ, 2 പാരലൽ ഷീറ്റ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു പാരലൽ ഷീറ്റ് ഇതാണ്, അല്ല ഒരു ഷീറ്റ് ഇതാണ്, ഒരു ഷീറ്റ് ഇതാണ്. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആണ്. ഓപ്പോസിറ്റ്ലി ചാർജ് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ 2 ഷീറ്റ്സും അത് ഒരു ഷീറ്റ് ഇതിങ്ങനെ പാരലായിട്ട് വെച്ചേക്കുക. അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു ഷീറ്റ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. നേരത്തെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതൊന്ന് മനസ്സിലിരിക്കട്ടെ. അപ്പോൾ 2 പാരലായിട്ട് ഷീറ്റ് ഞാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇവിടെ 3 റീജിയൻ ഉണ്ടാവും. ഒന്നെന്താണ് ഈ റീജിയൻ, പിന്നെ നടുക്കുള്ള റീജിയൻ, പിന്നെ ഈ സൈഡിലെ റീജിയൻ.
3 റീജിയൻ ഉണ്ട്. അപ്പൊ ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ്, ഇത് റീജിയൻ 1, റീജിയൻ 1, ഇത് റീജിയൻ 2, ഇത് റീജിയൻ 3. ഇങ്ങനെയാണ് 3 റീജിയൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് റീജിയൻ 1 ആണ്. റീജിയൻ 1ലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പോവാണേ. അപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? +1 ചാർജിന് വെക്കും. എന്നിട്ട് അവിടുത്തെ ഫോഴ്സ് എത്രയാണോ ആ ഫോഴ്സ് ആണ് എന്താ അവിടുത്തെ ഇലക്ട്രിക്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു പോയിന്റ് എടുത്തു. പിന്നെ ഇത് ഒന്നാമത്തെ പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു, രണ്ടാമത്തെ പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്ലേറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, ഈ പ്ലേറ്റ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. അപ്പൊ ആ രണ്ടും E1ഉം E2 ഉണ്ടാവും. അപ്പോൾ ഇവിടെ +1 ചാർജ് വെച്ചെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ, ഡയറക്ഷൻ, ഒന്നാമത്തെ പ്ലേറ്റ് കാരണം ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ദിശ എങ്ങോട്ടായിരിക്കും? സ്വാഭാവികമായിട്ട് പറയാം, ഇവിടെ ഒന്നാമത്തെ ചാർജ് പോസിറ്റീവ് ആണ്, വെച്ചിരിക്കുന്ന ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങോട്ടാണ് വരിക. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ പ്ലേറ്റ് കാരണം ഉണ്ടാവുന്ന ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇനി രണ്ടാമത്തെ പ്ലേറ്റ് കാരണോ, ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? റിപ്പൾഷൻ ആണ്. അപ്പൊ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക, E2. അപ്പോ ഒന്നാമത്തെ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. രണ്ടാമത്തെ ഒന്ന് പോസിറ്റീവും മറ്റേത് നെഗറ്റീവും ആയതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. അപ്പൊ എന്താ വരിക? ടോട്ടൽ E is equal to E1 E2. E1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഇപ്പുറത്തേക്കാണ് E1 + E2. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? E1 എത്ര വരിക? σ/2ε0 ആണ്. പഠിച്ചിട്ടുണ്ട് നേരത്തെ. ഒറ്റ ഷീറ്റ് മാത്രമാകുമ്പോൾ E2 എന്താ വരിക? σ/2ε0 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക ഇവിടെ? E is equal to എന്താ വരിക? ടോട്ടൽ -σ/2ε0 +σ/2ε0. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും, 0. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി എന്താണ്? 0 ആണ്. ഇനി ഞാൻ കണ്ടുപിടിക്കുക റീജിയൻ 3 ആണ്. റീജിയൻ 3 ആദ്യം പുറത്തുള്ള കണ്ടുപിടിക്കുക. റീജിയൻ 3, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, +1 ചാർജ് എടുത്തു. ഒന്നാമത്തെ പ്ലേറ്റ് ഇതാണ്, +1 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? റിപ്പൾഷൻ. അപ്പോൾ E1 ഇങ്ങോട്ടായിരിക്കും. ഇനി രണ്ടാമത്തെ പ്ലേറ്റ് ഇതാണ്, പോയിന്റ് ഇതാണ്, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? അട്രാക്ഷൻ. അപ്പോൾ ഇങ്ങോട്ട്, അപ്പോൾ E2 ഇങ്ങോട്ടും E1 അങ്ങോട്ടും. അപ്പോൾ എന്താ വരിക? ടോട്ടൽ E is equal to E1ഉം E2 ഉണ്ടാവും. E1 പോസിറ്റീവ് ആണ്, E2 നെഗറ്റീവ് ആണ്. സെയിം സംഭവം തന്നെ വരും ഇവിടെ. E is equal to σ/2ε0 -σ/2ε0. ഇത് ക്യാൻസൽ ആയി പോകും, 0. അതും കിട്ടി 0. എന്ന് വെച്ചാൽ രണ്ട് പ്ലേറ്റിന്റെ ഓപ്പോസിറ്റ് ചാർജ് പ്ലേറ്റിന്റെ ഈ വശത്തും അടുക്കല്ല, ഈ വശത്തും ഈ വശം ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റീജിയൻ 2 കണ്ടെത്തി വെക്കുക. റീജിയൻ 2 നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു +1 ചാർജ് വെച്ചു. അപ്പോ എന്താ സംഭവിക്കുക? ഒന്നാമത്തെ പ്ലേറ്റ് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ E1 ഇങ്ങോട്ടാണ്, സംശയമൊന്നുമില്ല. റിപ്പൾഷൻ ആണ്. ഇനി രണ്ടാമത്തെ പ്ലേറ്റ് ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? അട്രാക്ഷൻ. അപ്പൊ E2ഉം ഇതേ ഡയറക്ഷൻ തന്നെ വരിക. E2 രണ്ടും ഒരേ ഡയറക്ഷൻ അല്ല. അപ്പൊ എന്താ വരിക? ടോട്ടൽ E is equal to E1 + E2. രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് E1 + E2. അപ്പൊ എന്താ വരിക? σ/2ε0 +σ/2ε0. രണ്ട് σ/2ε0 ഉണ്ട്. അപ്പൊ 2σ/2ε0 എന്ന് വരും. അപ്പൊ E is equal to 2σ/2ε0 എന്ന് വരും. അല്ല, 2σ / 2ε0. ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും. സോ E is equal to σ/ε0. ഇതാണ് എന്ത്? രണ്ട് പ്ലേറ്റ് കാരണം ഇൻസൈഡ്, രണ്ട് പ്ലേറ്റ് ഓപ്പോസിറ്റ്ലി ചാർജ് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇൻസൈഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഈക്വൽ ടു σ/ε0. അപ്പോ ചാർജ് ഇൻസൈഡ് ദ പ്ലേറ്റ്സ്, ഓപ്പോസിറ്റ്ലി ചാർജ് പ്ലേറ്റ്, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് ഈസ് ഈക്വൽ ടു σ/ε0. അപ്പൊ രണ്ട് പാരലൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് പാരലൽ പ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതിന്റെ രണ്ട് വശത്തും എന്ത് ചെയ്യില്ല? ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലായത്. ഇത് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ആവശ്യമുണ്ട്.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് ഫസ്റ്റ് ചാപ്റ്റർ. ഇപ്പൊ ഏകദേശം ഒരു 12 വീഡിയോസ് നമ്മൾ ചെയ്തു ഫസ്റ്റ് ചാപ്റ്റർ. അധികം ലെങ്ത് ഇല്ലാത്ത വീഡിയോസ് ആണ്. ഒരു 20-25 മിനിറ്റിൽ ഒതുക്കുന്ന രീതിയിലാണ് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അടുത്ത ദിവസമായിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോസ് ചെയ്തു തുടങ്ങാം. പിന്നെ ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരു വീഡിയോ പതുക്കെ ചെയ്യാം. എക്സാം ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോസ് എന്ത് ചെയ്യാം. പിന്നെ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ വിളിച്ചോ ഒക്കെ എന്ത് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.